ഉത്ഥിതനായ ഈശോയിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഏപ്രിൽ 5, 2026 ഉത്ഥിതനായ ഈശോയുടെ തിരുനാളുകളുടെ പെരുന്നാൾ സഭ ലോകമെമ്പാടും ആഘോഷിക്കുകയാണല്ലോ. ഈ സുന്ദരാവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, സമാധാനരാജനായ ഈശോ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, മരണത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ മേൽ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കവചം തീർത്തുകൊണ്ട് സുരക്ഷിതനായി ഭയപ്പെടാതെ ധൈര്യമായി ദൈവസന്നിധിയിലായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മഹനീയ ഫലങ്ങൾ പുറപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ചരിത്രപരമായ 3 കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കണം. കാരണം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ശൂന്യമാക്കപ്പെട്ട കല്ലറ, ഛായ പതിഞ്ഞ ഈശോയുടെ തുവാല, ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ കൂട്ടായ്മ, ഇത് 3 ചരിത്രത്തിലെ ഭാഗമാണ്. ഏടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ഇന്ന് ഈ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ പരസ്പരം കൈമാറുവാനും പങ്കിടുവാനും അതുവഴി ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ വിളിച്ചുണർത്തുകയുമാണ്. ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് മുട്ടയാണ് നൽകുന്നതെങ്കിൽ അതിൽ ഫെർട്ടിലിറ്റി, റിസറക്ഷൻ ആൻഡ് ഇറ്റേണൽ ലൈഫ് 3 നിക്ഷിപ്തമായിരിക്കുകയാണ്. അത് 3 നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണമെങ്കിൽ പ്രത്യാശയുടെ നിഴൽ അല്ലെങ്കിൽ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാനും നിത്യാനന്ദത്തിലേക്ക് കണ്ണു നട്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം. പുതിയ തുറവി, പുതിയ ആകാശം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഇന്നത്തിൻ്റെ എല്ലാ അനുഭവങ്ങളോടുകൂടി ഉത്ഥിതനായ ഈശോയുടെ അനുഭവം നമുക്ക് കൈമാറാം, പങ്കുവയ്ക്കാം. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആൻഡ് the peace and joy and the blessings of the Easter greetings from me. May God Almighty bless you with the risen Lord. Thank you. God bless you. Thank you. മഹിമയോടെ നാഥനുയർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു.